الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل، أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ തഖ്വയുള്ള അടിമകൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വേനൽ അവധിക്കാലത്തേക്ക്, നീണ്ട 10 മാസക്കാലത്തെ പഠനത്തിനും തിരക്കുകൾക്കുമൊക്കെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കൾ ഒരു വേനൽ അവധിക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2 മാസക്കാലം പൂർണ്ണമായും നമ്മോടൊപ്പം നമ്മുടെ മക്കളുണ്ടാകും. പ്രഭാതം മുതൽ ഏകദേശം പ്രദോഷം വരെ എന്ന് പറയത്തക്ക രൂപത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ മക്കൾ പഠനവുമായി മദ്രസകളിലും സ്കൂളുകളിലുമൊക്കെയായി ജീവിച്ച ഒരു കാലഘട്ടം. അതിൽ നിന്നും മാറിക്കൊണ്ട് പൂർണ്ണമായും
അവർക്ക് കളിക്കുവാനും ആഘോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ഒക്കെ അവർ സമയം കണ്ടെത്തുന്ന ഒരു അവധിക്കാലത്തേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. മക്കൾ ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ സമയമായി ഈ അവധിക്കാലം വിലയിരുത്തുകയും നോക്കിക്കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആശങ്കയുടെയും ആവലാതികളുടെയും അല്പം പ്രയാസത്തോടെയും ഒക്കെയാണ് പല രക്ഷിതാക്കളും ഈ അവധിക്കാലത്ത് നോക്കിക്കാണുന്നത് എന്നത് ഒരു വസ്തുതയാണ്. രാവിലെ പോയി വൈകുന്നേരം വന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ് കഴിഞ്ഞത്. ഇനി എങ്ങനെയാണ് ഈ 2 മാസം തള്ളി നീക്കുക എന്ന ആശങ്കയിലാണ് പല പിതാക്കളും മാതാക്കളും ഒക്കെ. ഇവിടെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവധിക്കാലം തീർത്തും ഒരു അനുഗ്രഹമായിട്ടാണ് പല രക്ഷിതാക്കളും അതിനെ നോക്കിക്കാണുന്നത്. 10 മാസക്കാലം പഠനങ്ങളുടെ തിരക്കിലായിരുന്നു മക്കൾ. അവർ പ്രഭാതത്തിൽ പോയാൽ പിന്നെ വൈകുന്നേരമാണ് നമ്മുടെ സമീപത്തേക്ക് വരുന്നത്. വീണ്ടും ട്യൂഷന് പോകുന്ന മക്കളുണ്ട്, വീണ്ടും ഹോംവർക്കുകളിലേക്ക് പഠനത്തിലേക്ക് തന്നെ തിരിയുന്ന മക്കളുണ്ട്. അല്പസമയത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ അങ്ങനെ സമയം കിട്ടുന്ന വളരെ തിരക്കു പിടിച്ച ജീവിതമായിരുന്നു. പിന്നെ രാത്രി അവർ ഉറങ്ങുകയും ചെയ്യും. വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും പലപ്പോഴും നമുക്ക് സമയം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ ആ രൂപത്തിൽ നോക്കിക്കാണുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വേനൽ അവധി അതല്ലെങ്കിൽ ഈ ഒരു 2 മാസക്കാലം എന്നുള്ളത് വിലപ്പെട്ട അമൂല്യമായ ഒരു അനുഗ്രഹമായി തന്നെയാണ് അത്തരം വിശ്വാസികൾ അതല്ലെങ്കിൽ അത്തരം രക്ഷിതാക്കൾ നോക്കിക്കാണുന്നത്. എങ്ങനെ ഫലപ്രദമായി എൻ്റെ മക്കൾക്ക് ഇത് ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ വെക്കേഷനിൽ ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതാണ് അത്തരത്തിലുള്ള രക്ഷിതാക്കൾ ആലോചിക്കുന്നത്. നമ്മൾ ഏത് രൂപത്തിലാണ് ആലോചിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പൂർണ്ണമായും നമ്മോടൊപ്പമാണ് നമ്മുടെ മക്കളുള്ളത് ഈ അവധിക്കാലത്ത്. ഇവിടെ അവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന, നന്മകൾ ഉണ്ടാക്കുന്ന, പരിവർത്തനത്തിന് വിധേയമാക്കുന്ന മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് എന്തൊക്കെയാണ് നാം ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊരു മക്കൾ നിങ്ങൾക്കൊരു അമാനത്താണ് എന്നാണ്. അള്ളാഹു നമ്മെ, അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. പടച്ചോൻ നമുക്ക് നൽകിയത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ല മക്കളായിട്ടാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന ദൂഷ്യവശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത മക്കളായിട്ടാണ് പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയത് കുശുമ്പില്ലാത്ത, അസൂയയില്ലാത്ത, അക്രമവാസനയില്ലാത്ത, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രൂരതകളൊന്നും ഇല്ലാത്ത അത്തരം നല്ല മക്കളായിട്ടാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കി പറയുന്നത് ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനി, അള്ളാഹു നൽകിയ ആ പ്രകൃതത്തിൽ നിന്ന് മക്കളെ തെറ്റിക്കുന്നത് ഫഅബവാഹു, അവരുടെ മാതാപിതാക്കളാണ് എന്നാണ്. നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു പ്രവാചക വചനമാണത്. മാതാപിതാക്കളാണ് അവരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ അതിന് കാരണക്കാരാകുന്നുണ്ടോ. നമ്മുടെ ചുറ്റുപാടുകൾ, കുട്ടികളുടെ ചുറ്റുപാടുകൾ, കുട്ടികളുടെ കൂട്ടുകാർ, അതൊക്കെ അതിന് പ്രചോദനമായേക്കാം. പക്ഷേ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രചോദനമാകുന്നുണ്ടോ, അവർക്ക് നന്മയുടെ വഴിയിലൂടെ നടക്കുന്നതെന്നൊരു മാർഗതടസ്സമായി മാതാപിതാക്കളെന്ന് നാം മാറുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയ ഈ അമാനത്ത് ആ പ്രകൃതത്തോടുകൂടെ തന്നെ അവനിലേക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് അമാനത്ത്. അതിനു വേണ്ടി നാം എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. നമ്മൾ മദ്രസയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടല്ലോ,
ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മളെ മക്കൾ നന്നായിക്കൊള്ളുമെന്നല്ല. അവിടെ കൃത്യവും വ്യക്തവുമായി ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളതാണ് അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അമാനത്താണ്. കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ കേട്ട സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ വചനം, മനുഷ്യരെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളിൽ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, ഞാൻ ദഅവാ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ ഖുർആൻ വായിക്കലുണ്ട്, ഞാൻ ഓതലുണ്ട്, ഞാൻ അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് പങ്കെടുക്കലുണ്ട്. അങ്ങനെ ഞാൻ എന്നതല്ല പടച്ചവൻ ചോദിക്കുന്നത്. നിന്റെ ഭാര്യ പങ്കെടുക്കലുണ്ടോ? നിന്റെ ഭർത്താവ് പങ്കെടുക്കലുണ്ടോ? നിന്റെ മക്കൾ പങ്കെടുക്കലുണ്ടോ? ദീനുമായിട്ട് മക്കൾക്കൊക്കെ ബന്ധമുണ്ടോ? നിന്റെ കുടുംബം ഏതവസ്ഥയിലാണ്? ഇത് ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്ന 3 ടീമുകളുണ്ട്, 3 വിഭാഗം ആളുകളുണ്ട്. സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹ് ഖിയാമത്ത് നാളിൽ പരലോകത്ത് നോക്കുക പോലും ചെയ്യാത്ത 3 വിഭാഗം ആളുകൾ. അള്ളാഹ് നോക്കുന്നില്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നർത്ഥം. അള്ളാഹ് മൈൻഡ് ചെയ്യാത്ത 3 വിഭാഗം ആളുകൾ. നോക്കൂ, ആരൊക്കെയാണവർ? അൽ ആഖ്ലി വാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർക്ക് വാർദ്ധക്യമെത്തിയാലും യുവത്വത്തിലാണെങ്കിലും അവരെ അനുസരിക്കാത്ത, അവർക്ക് നന്ദി കാണിക്കാത്ത, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന, അവര് സ്വർഗത്ത് കടക്കില്ല എന്നൊന്നല്ല, അവര് നരകത്ത് അള്ളാഹ് മൈൻഡ് ചെയ്യൂല എന്നർത്ഥം. ഒരു സംശയം വേണ്ട, അവർ അങ്ങേ അറ്റം ദൗർഭാഗ്യവാന്മാരാണ്. ഒരു കാരണവശാലും പിന്നെ സ്വർഗത്തിന്റെ കുറിച്ച് അവർ ആലോചിക്കുക പോലും വേണ്ട. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട 1-ാമത്തെ വശം അൽ ആഖ്ലി വാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ, അവരെ സങ്കടപ്പെടുത്തുന്നവർ, അവരെ കണ്ണീര് കുടിപ്പിക്കുന്നവർ, അവരെ അനുസരിക്കാത്തവർ. അവർക്ക് ഇത് വളരെ ഗൗരവത്തോടുകൂടെ ഖുർആനും പ്രവാചക വചനങ്ങളും ഒക്കെ ഒരുപാട് പറഞ്ഞ വിഷയമാണ്. അനിഷ്കുർലി വലിവാലിദൈ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന വിഷയം. എനിക്ക് നന്ദി ചെയ്യണം, അള്ളാഹിനെ ആരാധിക്കണം. ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, ഏറ്റവും ഗൗരവത്തോടുകൂടി അവൻ സമീപിക്കേണ്ട വിഷയം എന്താ? അള്ളാഹ് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാ. അനിഷ്കുർലി, എനിക്ക് നീ ഇബാദത്ത് ചെയ്യണം, എനിക്ക് നീ നന്ദി കാണിക്കണം. വലിവാലിദൈ, തൊട്ടടുത്തത് എന്താ അള്ളാഹ് പറഞ്ഞത്? നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി കാണിക്കണം. അത്രയും അള്ളാഹുവിനോട് വളരെ ക്ലോസ് ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിഷയമാണ്. ഇതിന് ഭംഗം വരുത്തിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹ് മൈൻഡ് ചെയ്യാത്ത 1-ാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നു, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ. 2-ാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ. സ്ത്രീയാണ്, ആള് പെണ്ണാണ്, എന്നാൽ പുരുഷന്മാരുടെ വസ്ത്രധാരണം അതുമായിട്ടാണ് അവള് നടക്കുന്നത്. അല്ലേ? ഇന്ന് നമ്മൾ സുലഭമായിട്ട് അങ്ങ് പുറത്ത് അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, നമ്മളത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ പോയപ്പം കണ്ടിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു മുമ്പ് പറയാറുള്ളത്. എന്നാൽ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ അല്ല, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ നമ്മൾ പണം കൊടുത്തു വാങ്ങിക്കുന്ന വസ്ത്രധാരണം കൊണ്ട് അള്ളാഹു പരിഗണിക്കാത്തവരായി മാറ്റുമ്പോ രക്ഷിതാക്കളെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മക്കൾ ആ വസ്ത്രം ധരിക്കാൻ, നമ്മുടെ മക്കൾ അള്ളാഹു ശപിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, നമ്മുടെ മക്കൾ അള്ളാഹു പരിഗണിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവസരം ലഭിക്കാത്തവരായി മാറ്റിയത് ആരാണ്? പരിശോധിക്കേണ്ടത് നമ്മളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം വിഷയങ്ങളൊന്നും പ്രശ്നമല്ല. അതൊന്നും പ്രശ്നമല്ലാത്ത രൂപത്തിൽ അതൊക്കെ നോർമലൈസ് ചെയ്ത് പുരുഷന്മാരോടുകൂടെ പുരുഷ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെ? അതിനൊക്കെ നമ്മുടെ ഭരണങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ പലതും ഉണ്ടാകും. ജെൻഡർ ഇക്വാലിറ്റി വരും, ജെൻഡർ ന്യൂട്രാലിറ്റി വരും. എന്താ അവർ അങ്ങനെ ധരിച്ചാലെന്ന് ചോദിക്കാൻ ആളുകൾ ഉണ്ടാകും. ആണും പെണ്ണും എന്നത് പോലും സാമൂഹ്യ വ്യവസ്ഥിതി മാത്രമാണ്, അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിമാര് വരെ ഉണ്ടാകും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ വസ്തുതയും ഒക്കെ തിരിച്ചറിയുന്ന നമ്മൾ നമ്മുടെ മക്കളെ വെടിവേൽപ്പിക്കാൻ പാടുണ്ടോ?
നമ്മുടെ മക്കളെ ഈ മോശമായ അവസ്ഥയിലേക്ക് സഹോദരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർ തിരിഞ്ഞു നടക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഈ ജെൻഡർ കൺഫ്യൂഷൻ പോലെയുള്ള രോഗങ്ങളുണ്ട്. മക്കൾക്ക് അഡോളസൻസിലുള്ള ടീനേജിലുള്ള കുട്ടികൾ അവർക്ക് സംശയം എന്നൊരു രോഗം, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന സംശയം. കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ പുരുഷന്മാരുടെ വസ്ത്രം ധരിപ്പിക്കുന്ന അത്തരം ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് ആണോ പെണ്ണോ എന്നുള്ള സംശയമുള്ള രോഗം, ജെൻഡർ കൺഫ്യൂഷൻ എന്നുള്ള രോഗമുണ്ടാകുന്നു. ഒരുപാട് കുട്ടികൾക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർ കടിച്ചു തുപ്പിയ ആ അവശിഷ്ടം എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെ നമുക്കെങ്ങനെ പുരോഗമനത്തിലേക്ക് എത്താം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്ത്രീ എന്നത് സ്ത്രീയാണ്, പുരുഷൻ എന്നത് പുരുഷനാണ്. പുരുഷന് പുരുഷന്റേതായ ധർമ്മങ്ങളുണ്ട്, സ്ത്രീക്ക് സ്ത്രീകളുടേതായ ധർമ്മങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷ വേഷം ധരിക്കുന്ന ഇന്ന് കുട്ടികളൊന്നുമല്ല, വലിയ വലിയ യുവതികളും സ്ത്രീകളും വരെ അങ്ങനെ പുരുഷ വേഷം ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് അഭിമാനമായി കാണുന്നുണ്ട്. ഗൗരവത്തോടുകൂടെ അതിന്റെയൊക്കെ സയൻസും അതിന്റെയൊക്കെ മനഃശാസ്ത്രവും സൈക്കോളജിയും പഠിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. കൂടുതൽ പഠിക്കണവും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മൂന്നാമതായി എണ്ണുന്ന വിഭാഗം വദ്ദയ്യൂസ് എന്നുള്ളതാണ്. ദയ്യൂസ് എന്ന വിഭാഗം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കാത്തവരാണ്. ആരാണ് ദയ്യൂസ് എന്നത്? എന്നത് തന്റെ കുടുംബത്തിൽ എന്ത് കണ്ടാലും അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ആള് വാപ്പയാണ്, ആള് കുടുംബനാഥനാണ്, ആള് പ്രയാസപ്പെട്ട് ജോലിക്ക് പോയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഭാര്യക്കും കുടുംബത്തിനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനിഷ്ടകരമായ അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത ഹറാമുകളായ അശ്ലീലങ്ങൾ തന്റെ വീടുകളിൽ ഹറാമുകൾ ഉണ്ടാകുമ്പോഴും അതിൽ യാതൊരു തരത്തിലുള്ള തന്റെ കുടുംബം എന്ത് പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, എന്ത് കണ്ടാലും കുഴപ്പമില്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നുണ്ടല്ലോ, ഞാൻ ദഅവത്തിനൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോ എന്താക്കാൻ, ഓലിപ്പോ എങ്ങനെ ആവട്ടെ, ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന, യാതൊരു തരത്തിലുള്ള മനപ്രയാസവുമില്ലാത്ത, അവരെ നേർവഴിക്ക് നടത്താൻ കഴിയാത്ത ആളുകളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, അല്ലാഹു നോക്കുക പോലുമില്ല എന്ന്. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമാണ്. പരിശോധിക്കണം നമ്മൾ എവിടെയാണ് എന്ന്. അത്തരത്തിൽ ചിന്തിക്കുന്ന, ഇതിന്റെ ഗൗരവം തിരിച്ചറിയുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളവും, സഹോദരങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെക്കേഷൻ, ഈ അവധി എന്നുള്ളതൊക്കെ ഗൗരവത്തോടു കൂടെ തന്നെ നോക്കിക്കാണണം. അങ്ങനെ അവധി വന്നു, പരീക്ഷയ്ക്ക് എഴുതി, ഇനിയിപ്പോ ഈ അവധി കഴിഞ്ഞാൽ അവര് വീണ്ടും സ്കൂളിൽ, ഇങ്ങനെ ലാഘവത്തോടു കൂടെ നോക്കിക്കാണേണ്ടവരല്ല നമ്മൾ. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് എന്റെ മക്കൾക്ക് എന്തെല്ലാം നൽകാൻ എനിക്ക് സാധിക്കും, അതിനൊന്നാമത്തത് വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പോലെ അൽ അബ്നാഉ സിർറു ആബാഇഹിം, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്നുള്ളതാണ്. എന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്റെ മക്കൾ ഉണ്ടാവുക. അവര് കോപ്പി ചെയ്യും, അവരനുകരിക്കും. ഞാൻ സത്യസന്ധനാണോ, ഞാൻ ധർമ്മിഷ്ഠനാണോ, ധർമ്മപരമായി തഖ്വയോടുകൂടെ നടക്കുന്ന മനുഷ്യനാണോ, എന്റെ നിസ്കാരം എങ്ങനെ, അതേ രൂപത്തിൽ എന്റെ സ്വഭാവം എങ്ങനെ, എന്റെ ഇടപെടലുകൾ എങ്ങനെ, ഇതൊക്കെ എന്റെ മക്കൾ കോപ്പി അടിക്കുന്നുണ്ട്. അത് മദ്രസയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്താ എന്റെ മോൻ എങ്ങനെ, മദ്രസയിൽ ഉസ്താദിനോട് ചോദിച്ചാ പോരാ, സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചാ പോരാ. ഞാൻ എന്ത് നൽകുന്നു, ഞാൻ എന്ത് കാണിച്ചു കൊടുക്കുന്നു. ഈ വെക്കേഷനിൽ ദുഹറിനും അസറിനും ഒക്കെ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ജമാഅത്തില്ല, പക്ഷേ നമ്മൾ ജമാഅത്തിന് പോകുന്ന വ്യക്തിയാ. പക്ഷെ വെക്കേഷനിൽ നമ്മുടെ മക്കളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ നമ്മൾ തയ്യാറാണോ? പരിശോധിക്കേണ്ടതാണ്. ഈ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ നമ്മുടെ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ മക്കൾക്ക് പലപ്പോഴും അതിന് വേണ്ട രൂപത്തിലുള്ള സമയം കിട്ടാറില്ല. നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഈ വെക്കേഷനിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ട് നടത്താൻ നമ്മൾ തയ്യാറുണ്ടോ? പഠിക്കണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. അതിനൊന്നാമത്തത് നമ്മൾ ഇവർക്കൊരു മാതൃകയായി മാറണം എന്നുള്ളതാണ്. വെറും ഒരു ഉപദേശികൾ, അല്ലെ, ഉപദേശം നൽകുന്ന ആള് മാത്രമായി മാറരുത്. ഉപ്പയും ഉമ്മയും ഖുർആൻ ഓതാൻ മകനോട് പറയുമ്പോ, അതല്ലെങ്കിൽ നമ്മൾ ഓതുന്നത് കണ്ടിട്ടും മക്കള് ഓതുന്നില്ല എങ്കിലാണ് അവരോട് പറയുന്നത്, ഉപ്പ ഓതുന്നുണ്ട് നീ കാണുന്നില്ലേ, ഉമ്മ ചോദിക്കണം. ഉമ്മ ഖുർആൻ പാരായണം നടത്തുന്നത് നീ കാണുന്നില്ലേ, ഉപ്പ ചോദിക്കണോ, അതെന്താ നിനക്കും ഓതിയാല്?
അങ്ങനെ പറയുമ്പോ ശരിയാണല്ലോ, നോക്കുമ്പോ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എല്ലാരും ഓതുന്നുണ്ട്, ഞാനേ ഓതാത്തുള്ളൂ. അവര് ഖുർആൻ എടുക്കും. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ഈ വെക്കേഷനിൽ മക്കൾക്ക് പഠിപ്പിക്കാൻ നമ്മളൊരു പ്ലാൻ ചെയ്യണം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പക്ഷേ പഠനത്തിന്റെ ഭാരം കൊണ്ട് ഒരു പക്ഷേ അതിനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ വെക്കേഷനിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് അവർക്ക് കളിക്കണം, അതിനുള്ള സമയമുണ്ട്. പക്ഷേ നമുക്കറിയാം നല്ല ശക്തമായ ചൂടാണ്. ആ ചൂടിന്റെ സമയത്തൊന്നും നമ്മളെ മക്കളെ പുറത്തേക്ക് വിടുന്നില്ല എന്നും അങ്ങനത്തെ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ അതും നമ്മൾ ശ്രദ്ധിക്കണം. കളിക്കാൻ പ്രഭാതത്തിലോ അതല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ അവസരം നൽകണം. ആ രൂപത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദീനീപരമായ കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് ഈ അവസരങ്ങളിൽ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്. ഇതൊന്നും നമ്മൾ ഏതെങ്കിലും പ്രത്യേകമായ ഏജൻസികളെ ഏൽപ്പിക്കരുത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറെയൊക്കെ നമ്മൾ തന്നെ മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നിഹി തന്റെ മകനോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് അദ്ദേഹം തന്റെ മകനോട് വഅദ് പറഞ്ഞ സന്ദർഭം നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ടോ? നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ധർമ്മനിഷ്ഠയെ കുറിച്ച് ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തഖ്വയെക്കുറിച്ചും ഖുർആൻ പഠനത്തെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് അവരെ ബോധവൽക്കരിക്കാനും നമ്മോടൊപ്പം അവരെ ദീനീ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവധിക്കാലത്ത് നമുക്കറിയാം മോറൽ ക്യാമ്പുകൾ ഉണ്ടാകും, മോറൽ ക്ലാസുകൾ ഉണ്ടാകും, മോറൽ സ്കൂളുകൾ ഉണ്ടാകും. ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകുന്ന 5-10 ദിവസങ്ങളുള്ള ക്യാമ്പുകൾ നമ്മുടെ മഹല്ലിൽ ചിലപ്പോൾ ഉണ്ടാകും. നമ്മുടെ സമീപ പ്രദേശത്തും എവിടെയുള്ളതെന്ന് നമ്മൾ അന്വേഷിക്കണം. എവിടേക്കാണ് 50-60 ദിവസം ഒരു വെക്കേഷൻ കിട്ടുമ്പോ അതിൽ ഒരു 10 ദിവസം മക്കൾക്ക് ദീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ക്യാമ്പിലേക്കാണ്, എവിടെയാണ്, ആരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെ മൊഡ്യൂളുകൾ, എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് എന്റെ മകന്റെ പോരായ്മകൾ, എന്റെ മകളുടെ പോരായ്മകൾ, എവിടെയാണ് അവർക്ക് അനുയോജ്യമായിട്ട് ഒരു 10 ദിവസം പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ 10 ദിവസം പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എവിടെ, അതൊക്കെ നമ്മൾ അന്വേഷിക്കണം. നമ്മളുടെ ആവശ്യമാണ്, നമ്മുടെ മക്കൾ ആവശ്യമാണ്. പാരത്രിക ലോകത്തേക്ക് ഏറ്റവും ഉന്നതിയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാവണം. ബോധപൂർവമുള്ള പ്ലാനിങ്ങോടുകൂടെ ഈ വെക്കേഷനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ ഒരു ലാഘവത്തോടുകൂടെ കഴിഞ്ഞു പോകേണ്ടതല്ല. നമസ്കാരത്തിന്റെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെക്കേഷനിൽ നമ്മോടൊപ്പം നമ്മുടെ മക്കൾ ഉണ്ടാകുമ്പോൾ അവരുടെ നമസ്കാരം, അതേ രൂപത്തിൽ ജമാഅത്ത് നമസ്കാരം, ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ വന്നാൽ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മുടെ നാട്ടിലില്ല, വീട്ടിലില്ല എങ്കിൽ നമ്മൾ ചോദിക്കണം, എവിടുന്ന ളുഹർ നിസ്കരിച്ചത്, എവിടുന്ന അസർ, എവിടുന്നായിരുന്നു നിസ്കരിച്ചത്. അതൊക്കെ സ്നേഹത്തോടുകൂടെ ആക്രോശത്തോടു കൂടിയല്ല, അതൊക്കെ അവരുടെ ഒരു ഭയപ്പെടുത്തുന്ന രൂപത്തിലല്ല. എവിടുന്ന നിസ്കരിച്ച ഒരു മാന്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ അതൊക്കെ അവരെ അറിയുവാനും അവരോട് അത്തരം വിഷയങ്ങളൊക്കെ അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഈ വെക്കേഷന് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് വിരുന്നുപോൾ പോകാതിരുന്നത്? എന്തുകൊണ്ടാ? സ്കൂളാണ്, വരാൻ പറ്റൂല, തിരക്കാണ്, എക്സാം ആണ്, ട്യൂഷൻ ഉണ്ട്, അന്നും ക്ലാസ് ഉണ്ട്, ഇന്നും ക്ലാസ് ഉണ്ട് എന്നായിരുന്നു. ക്ലാസ്സുകളില്ലാത്ത, തിരക്കുകളില്ലാത്ത ഒരു വെക്കേഷൻ നമുക്ക് വരുമ്പോ പരസ്പരം കുടുംബ ബന്ധങ്ങൾ വ്യാപിപ്പിക്കാൻ, ആരെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്കാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ പോവുക, ആ കുടുംബ ബന്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്നാണ്. അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ മക്കളെ പരസ്പരം കുടുംബങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്ന, അതിന് നമ്മൾ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം. അവരെയും കൂട്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, എവിടെയൊക്കെ പോകണം, അതിനൊക്കെ പ്ലാനുകൾ ഉണ്ടാവണം. വീട്ടില് ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കൂടിയിരുന്ന് ആലോചിക്കുക, എങ്ങനെ, ആരൊക്കെയാണ് നമ്മൾക്ക് ബന്ധം കുറവ്, എവിടെയാണ്, അവിടേക്ക് നമ്മൾ ആദ്യം പോവുക. അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനുള്ളതാ? അത് വിരുന്നു പോകാനുള്ളതായിരുന്നു. എവിടേക്കാ വിരുന്നു പോകാൻ? ആ വെക്കേഷൻ തീരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രയാസം, വിരുന്നു പോകാനുള്ള അവസരം അവസാനിച്ചല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് വിരുന്നുപോക്ക് പോലും എവിടെയാ വൈഫൈ ഉണ്ടാവുക, എവിടെയാ നല്ല റേഞ്ച് കിട്ടുന്ന സ്ഥലം, എന്നിട്ട് അവിടെ പോയിട്ടും പരസ്പരം സംസാരിക്കാത്തൊരു പുതിയ തലമുറകൾ.
മൊബൈലിലേക്ക് കുനിഞ്ഞിരിക്കുന്ന ഒരു പുതിയ തലമുറ, അവരെ നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നത്. അവിടെയും കുട്ടികൾ പരസ്പരം കളിക്കുന്നില്ല, കുട്ടികൾ പരസ്പരം ഇടപെടുന്നില്ല, പരസ്പരം സംസാരിക്കാൻ അറിയാത്ത, പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുതിയ തലമുറയെയാണോ നമ്മൾ വാർത്തെടുക്കുന്നത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ടൈം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ടൈം എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർനെറ്റിന് വേണ്ടി, മൊബൈലിന് വേണ്ടി. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളുകളിലും മദ്രസകളിലുമായി വിദ്യ നുകരുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, അവർക്ക് പ്രഭാതത്തിൽ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, മൊബൈൽ ഉപയോഗിക്കാനുള്ള അവസരമല്ല പ്രഭാതം മുതൽ. പക്ഷേ വെക്കേഷനിൽ നമ്മുടെ ഇടയിലാണ്. പാപ്പാന്റെ മൊബൈൽ ഉണ്ടാകും, ഉമ്മാന്റെ മൊബൈൽ ഉണ്ടാകും, ഇതൊന്നും അല്ലാത്ത വേറൊന്നുണ്ടാകും. നമ്മൾ അതിനകത്തേക്ക് വൈഫൈ കൊടുത്താൽ മതി, സുലഭമായിട്ട് അവർക്ക് ഉപയോഗിക്കാം. ആദ്യം അതൊരു ടൈം പാസ്സാണ്, പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറും, പിന്നീട് അതൊരു അഡിക്ഷനായിട്ട് മാറും. അതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൃത്യമായ ഒരു ടൈം വെച്ചിട്ട്, മാക്സിമം വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രയാസപ്പെടുത്താനല്ല. അത് കൊടുത്താൽ അത് ഗെയിമാകും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാകും. എന്തായാലും അതൊക്കെ മക്കൾക്ക് അപകടമുണ്ടാക്കും. അവർക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. എന്ത് കാണുന്നു, ഇതൊക്കെ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാപ്പയമ്മിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചില്ലറ കാര്യമൊന്നല്ല. ഇതിനു വേണ്ടി പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. 5 വർഷം കഴിഞ്ഞാലാണ് ഒരു ഡോക്ടറാകുന്നത്, 4-5 വർഷം കഴിഞ്ഞിട്ടാ ഒരു എഞ്ചിനീയർ പിറവിയെടുക്കുന്നത്. പക്ഷെ വാപ്പയമ്മിയാവാൻ നമ്മളെന്താ പഠിച്ച്? ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും എന്താണ് പഠിച്ചിട്ടുള്ളത്? അത് ഗൗരവത്തോടുകൂടെ നോക്കിക്കാണണം. ഇതൊക്കെ ഈ രൂപത്തിൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ, അവരെ സമയം പാഴാക്കി കളയാതിരിക്കാൻ, അവരെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കിയെടുക്കാൻ അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിനുള്ള പരിശ്രമങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള അറിവും അന്വേഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഏറ്റവും നല്ല മക്കളാക്കി വളർത്താൻ ബോധപൂർവമായ പാരന്റിങ്, ബോധപൂർവമായ ഇടപെടൽ, ബോധപൂർവമായ തർബിയത്ത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനാദ്യം നാം മാതൃകയാവേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും നമ്മുടെ നമസ്കാരവും, നമ്മുടെ ഖുർആൻ പാരായണമോ, നമ്മുടെ ജീവിത രീതിയും, നമ്മുടെ സ്വഭാവമൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം, മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ രൂപത്തിൽ ഏറ്റവും നന്നായി ജീവിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ മക്കളെ വളർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാടും നഗരവുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സംസാരങ്ങളും വാർത്തകളും ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്മാരും നമ്മെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ജനാധിപത്യ പ്രക്രിയയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതിനെ ആ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ നോക്കിക്കാണണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും സ്വീകരിക്കുന്നത് പോലെ എനിക്കൊരു രാഷ്ട്രീയവുമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് എന്ന ഒരു അരാഷ്ട്രീയവാദിയായിട്ട് നമ്മൾ മാറരുത്. അതേ രൂപത്തിൽ തന്നെ ആര് ഭരിച്ചാലും ഇപ്പൊ എന്താ, ആര് വന്നാലും ഇപ്പൊ എന്താ, നമുക്കിപ്പോ എന്തായാലും കുഴപ്പമില്ല എന്ന ഒരു നിഷ്പക്ഷമായ നിലപാട്, അതും നമുക്ക് പാടില്ലാത്തതാണ്. ഇവിടെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ നാടിന്റെ പ്രത്യേകമായ അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില നൽകുന്ന, മതേതരത്വ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, ന്യൂനപക്ഷങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങൾക്കൊക്കെ അവരുടെ അവകാശങ്ങളൊക്കെ, ഭരണഘടന നൽകുന്ന അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുന്ന, വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ അവർ മുന്നോട്ട് വരണം. അവര് വരുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അതിന് നമ്മൾ മാറി നിൽക്കലല്ല പരിഹാരം, മറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ ആരാണ്, അത് നമ്മളാണ് പഠിക്കേണ്ടത്.
നമ്മളാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ, നമ്മുടെ നാട്ടിൽ വർഗീയമായ വിദ്വേഷപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സമാധാനത്തോടുകൂടെ നമ്മളെ ജീവിക്കാൻ, അതിനെ ആരെ ജയിപ്പിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നുമൊക്കെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടുകൂടെ നമ്മൾ കാണരുത്. അതിനെ ഗൗരവത്തോടുകൂടെ കാണുകയും ഗൗരവത്തോടുകൂടെ സമീപിക്കുകയും വേണമെന്ന് ഒരു വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം ഒരു കാര്യം ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്, നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ അയൽപക്കത്തിൽപ്പെട്ട, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കഴിയും. 10-ാം തീയതി നമ്മൾ പരസ്പരം കാണേണ്ടവരാണ്, കൈപിടിച്ച് നടക്കേണ്ടവരാണ്. പക്ഷേ 2 ചേരിയിലാണ്, 2 രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്നതുകൊണ്ട് എന്തും പറയാം, എന്തും ചെയ്യാം. ഏത് രൂപത്തിലുള്ള അപവാദ പ്രചരണങ്ങളും വ്യഭിചാരോപണങ്ങൾ നടത്താൻ വരെ ഒരു പ്രശ്നവുമില്ലാത്ത മേഖലയായി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും തന്റെ മതത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാവണം. കള്ളം നമ്മൾ പറയരുത്, ആരോപണങ്ങൾ, അതേ രൂപത്തിൽ തന്നെ ഗീബത്ത്, നമീമത്ത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അത്തരം രീതികളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയും ഒരു വിശ്വാസിയുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനുത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും തഖ്വയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.